മലയാളത്തിലെ പഴയകാല നടികൾക്ക് വലിയൊരു ആരാധക വലയം തന്നെ നമ്മുടെ മലയാളത്തിൽ ഉണ്ട്. എന്നാൽ ചില പഴയകാല നടികൾ വളരെ പെട്ടെന്നാണ് സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായി പോകാറുള്ളത്. ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച് പിന്നീട് അവർ എവിടെയാണെന്ന് പോലും ആരാധകർക്ക് അറിയാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട്. ഒരു സിനിമയിൽ നിന്നും അഭിനയിച്ച് പിന്നീട് അഭിനയത്തിൽ നിന്നും പിന്മാറിയ നിരവധി താരങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ താരങ്ങൾ പിന്മാറിയാലും ഈ താരങ്ങളുടെ അഭിനയ മികവ് കൊണ്ട് തന്നെ അവരെ ആരാധകർ ഒരിക്കലും മറക്കാറില്ല. ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച് പിന്നീട് അഭിനയ ജീവിതത്തിൽ നിന്നും പിന്മാറിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ അറിയുവാൻ പോകുന്നത്. പകൽപൂരം എന്ന മലയാളം സിനിമയിലെ, അതായത് മലയാളത്തിലെ തന്നെ സൂപ്പർ ഹിറ്റ് ഹൊറർ സിനിമയായ പകൽപൂരത്തിലെ നായികയായ അനാമിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡോക്ടർ കവിത ജോസിന്റെ പുതിയ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത്. ഗീതു മോഹൻദാസിനൊപ്പം ശ്രദ്ധേയമായ നായിക കഥാപാത്രം തന്നെയാണ് ഡോക്ടർ കവിത ജോസ് ഈ സിനിമയിൽ അഭിനയിച്ചതും. മലയാളത്തിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ഹൊറർ സിനിമ തന്നെയായിരുന്നു പകൽപൂരം. ഹൊറർ സിനിമ എന്ന് മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല, കോമഡി രംഗങ്ങൾ അത്രമാത്രം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്ത ഒരു സിനിമ കൂടിയാണ് പകൽപൂരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്ത് അത്രയധികം ആരാധകർ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. മുകേഷ്, സലിം കുമാർ, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന സിനിമയാണിത്. എന്നാൽ അതായിരുന്നു കവിത ജോസ് എന്ന നായിക ആദ്യമായും അവസാനമായും അഭിനയിച്ച ഒരു ചിത്രം. പിന്നീട് ഈ താരം ഒരു സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് താരം അഭിനയത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഒടുവിൽ വിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ ഒരു ശ്രദ്ധ കവിതയുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാകുകയും ചെയ്തു. കവിത ഇപ്പോൾ ഒരു ഡോക്ടറാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് താരം ഇപ്പോൾ ഡോക്ടറായി ജോലി ചെയ്യുന്നത്. ചെറുപ്പകാലം മുതലേ കലാരംഗത്തും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് കവിത ജോസ്. കവിതയുടെ ഭർത്താവ് ഡോക്ടർ റോഷൻ ബിജിലിയും ആതുര സേവന രംഗത്താണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. റോഷനും ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബാലതാരമായിട്ടാണ് റോഷൻ സിനിമയിലേക്ക് എത്തുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ സുരേഷ് ഗോപിയുടെ ചെറുപ്പകാലത്തെ അവതരിപ്പിച്ചത് റോഷനാണ്. അതുപോലെ സർഗം എന്ന സിനിമയിലെ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ചെറുപ്പകാലവും റോഷൻ തന്നെയാണ് അഭിനയിച്ചത്. തുടർന്ന് മയൂഖം, ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ ചിത്രങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങൾ റോഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോഷനും കവിത ജോസും ആതുര സേവന രംഗത്താണ് സജീവമായിരിക്കുന്നത്. ഇവർക്കിപ്പോൾ 3 മക്കളാണുള്ളത്. ഒറ്റ പ്രസവത്തിൽ തന്നെ 3 മക്കളെയാണ് ഈ താരദമ്പതികൾക്ക് ലഭിച്ചത്. റോഹൻ, റോണിത്, റൈസ എന്നിവരാണ് ഇവരുടെ 3 മക്കൾ. ഇനി റോഷനും അതുപോലെ കവിതയും സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമോ എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആരാധകർക്ക് അറിയേണ്ടതും.